ബ്രഹ്മത്തെപ്പറ്റി എനിക്കൊരു പുതിയ തോന്നൽ എന്നുവെച്ചാൽ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ബ്രഹ്മം എവിടെയാണെന്ന് ഇങ്ങനെ ആയിരിക്കും. നമ്മളിങ്ങനെ ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ നേരം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബ്രഹ്മത്തെ അറിയാം. നമ്മൾ ബ്രഹ്മത്തിൻ്റെ അംശമാണ്, പരബ്രഹ്മമാണ് ശരിക്കും ബ്രഹ്മം. ആ പരബ്രഹ്മത്തിനെ അറിയണമെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ വിചാരിച്ചിട്ട് നമ്മൾ ബ്രഹ്മത്തിലാണ് നമ്മളുള്ളത്. കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്നോട്ടിക് ഫ്ലൂയിഡ് അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് കഴിയുന്നത്? അപ്പോൾ നമ്മൾ കൈയും കാലും ഒക്കെ അതിനകത്ത് അനങ്ങുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഫ്ലൂയിഡാണ് നമ്മളെ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ ജീവനോടെ നിലനിർത്തുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൈയും കാലും ഒക്കെ അനങ്ങുമ്പോൾ നമ്മൾ ഈ ചുറ്റുമുള്ള ഓക്സിജൻ, നൈട്രജൻ, ഈ അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ വാതകങ്ങളും എല്ലാം അടങ്ങിയിരിക്കണം. നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ സൂക്ഷ്മദൃഷ്ടി നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അന്തരീക്ഷത്തിൽ. അപ്പം നമ്മളൊക്കെ അതിനകത്ത് അതിനകത്ത് സുരക്ഷിതരായിട്ട് ജീവിക്കുകയാണ്. അങ്ങോട്ട് ചലിക്കുന്നു, ഇങ്ങോട്ട് ചലിക്കുന്നു. അപ്പം അതുപോലെ അമ്മയുടെ ഉദരത്തിൽ അമ്നോട്ടിക് ഫ്ലൂയിഡ് ഇരുന്നത് പോലെ ബ്രഹ്മത്തിനകത്ത് ഇതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മമാണ്. അപ്പം നമ്മളിപ്പം കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓക്സിജനിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ വയ്യാതെ നമ്മൾ നശിക്കുന്നു. നമ്മുടെ ശരീരം ഇല്ലാതെ. പക്ഷെ അതും എങ്ങനെ? നമ്മുടെ ഭൂമിയില്ല, അതും ബ്രഹ്മത്തിനകത്താണ്. അതിനകത്തോട്ട് പോയിട്ട് വീണ്ടും ഉണ്ടാവുന്നു. നമ്മൾ ഒന്നും നശിക്കുന്നില്ല, എല്ലാം ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണ്. അപ്പം നമ്മൾ കൈയൊക്കെ തന്നെ ചലിക്കുന്നു എന്ന് വയ്ക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ എയറുണ്ട് അല്ലേ? എയറിനകത്ത് പല ഇതുണ്ട്. അതെല്ലാം ബ്രഹ്മത്തിൻ്റെ ഉദരത്തിൽ അല്ലെങ്കിൽ ഉള്ളിൽ ഇരുന്നാണ് നമ്മൾ ജീവിക്കുന്നത്, എല്ലാം കാണുന്നത്, ചുറ്റിനും കാണുന്നത്. അപ്പം വേറൊരു മനുഷ്യനെ കാണാൻ അവരും അതിനകത്താണ്. എല്ലാവരും ഇപ്പോൾ ഒരു കിളിയായാലും പശു ആയാലും കൃമിയായാലും എല്ലാവരും ആ ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതാണ് ബ്രഹ്മം. ബ്രഹ്മമല്ല ബ്രഹ്മം ആണ് നമ്മൾ അതിൻ്റെ അംശങ്ങളാണ്. ബ്രഹ്മമാണ് ചുറ്റിനും. തീർന്നില്ലേ? അങ്ങനെയാണ് എനിക്ക് ബ്രഹ്മത്തിനെ പറ്റി ചെറിയൊരു ക്ലൂ അനുഭവം. അപ്പം ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബ്രഹ്മത്തിനകത്തൂടെ ഇങ്ങനെ പെയറിലൂടെ ഇങ്ങനെ കിളികളൊക്കെ പറക്കില്ലേ, അതുപോലെ നമുക്ക് കാലിൽ തറയിൽ ചവിട്ടി നിൽക്കുക എന്നുള്ളൊരിതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബ്രഹ്മത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. അത്രയേ ഉള്ളൂ.